ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദുബായിലെ സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടകേന്ദ്രമായിട്ടുള്ള ദുബായ് ഫ്രെയിമാണ്. ആ ഫ്രെയിമിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പോകുന്ന വഴി തന്നെ ഒരു ഓപ്പൺ ജിമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ആളുകൾ എക്സസൈസ് ചെയ്യുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആ ഒരു ദുബായ് ഫ്രെയിം. ദൂരെ നിന്ന് കാണുന്ന പോലെയല്ല, ചെറുതല്ല. അടുത്ത് വരുമ്പോൾ ഇതൊരു വലിയൊരു കെട്ടിടമാണ്. ഒരു വലിയൊരു ബുർജ് ഖലീഫിൻ്റെ ആ ഒരു രീതിയിലുള്ള കെട്ടിടത്തിൻ്റെ പോലെയാണ് നമ്മൾക്കിത് തോന്നുന്നത്. ഇങ്ങനെ നമ്മളതിൻ്റെ എൻട്രൻസിലോട്ട് നടന്ന് ഇങ്ങനെ പോവുകയാണ്. എൻട്രൻസിലോട്ട് നമ്മൾ നടന്നിങ്ങനെ പോകുമ്പോൾ ആ സൈഡ് കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഇത് ദുബായ് ഫ്രെയിം കാണാൻ വരുന്ന ആളുകളുടെ പാർക്കിംഗ് ഏരിയ കൂടിയാണിത്. ഇത് നടന്നു പോകുമ്പോഴുള്ള കാഴ്ചയാണ്. വലിയ ഒരു കെട്ടിടമാണ് ഈ കെട്ടിടം. ഇത് ഏകദേശം 2013 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അത് ഏകദേശം നമ്മളൊരു 2018 ജനുവരി 1 ജനങ്ങൾക്കായിട്ട്, കാഴ്ചക്കാർക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കുന്നത്. ഇതിൽ എൻട്രൻസ് ഉള്ളിലേക്ക് കയറാൻ ഏകദേശം ടിക്കറ്റ് ചാർജ് വരുന്നത് ഏകദേശം ഒരാൾക്ക് 50 ദിർഹം വെച്ചിട്ടാണ്. ഏകദേശം ഈ കെട്ടിടത്തിൻ്റെ ഉയരം വരുന്നത് ഏകദേശം 150 മീറ്ററാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. വീതിയാകട്ടെ 95 മീറ്റർ വീതിയും ഏകദേശം വരുന്നുണ്ട്. ഇതിന് നിർമ്മാണ ചെലവ് ഏകദേശം 250 ദശലക്ഷം ദിർഹമാണ് ഏകദേശം ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ചെലവ് വന്നിട്ടുള്ളത്. ദുബായ് മുനിസിപ്പാലിറ്റി നടത്തിയ ഒരു ആർക്കിടെക്ചർ മത്സരത്തിലൂടെ ഫെർണാണ്ടോ ഡോണിസ് ആണ് ഈ ഒരു പ്രൊജക്റ്റ് ആദ്യം ആശയം ആവിഷ്കരിച്ചത്. ഏകദേശം 1 മണിക്കൂറിൽ ഈ ഒരു ഫ്രെയിമിൽ 200 സന്ദർശകരെ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. അങ്ങനെ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനും അതുപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ദുബായ് ഫ്രെയിമും കണ്ട് എൻ്റെ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം തോന്നി. അതുപോലെ തന്നെ ദുബായിയെ പകൽ കാണുന്നതിനേക്കാളും സൗന്ദര്യം രാത്രി ഈ ഒരു ലൈറ്റിലൂടെ കാണുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഓരോ ബിൽഡിങ്ങുകളും നമുക്ക് സമ്മാനിക്കുന്നത്. ദുബായ് ഫ്രെയിമിനെ പകൽ വെളിച്ചത്തിൽ കാണുന്നതിനേക്കാളും സൗന്ദര്യം ഈ ഒരു ലൈറ്റ് സെറ്റപ്പിലൂടെ കാണാനാണ്. വളരെ നല്ല സൈഡിലൂടെ എല്ലാം ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.
അങ്ങനെ റോഡിലൂടെ ചീറിപ്പായുന്ന വണ്ടികളും അതിൻ്റെ സൈഡിലൂടെ ഒരു ലൈറ്റിലൂടെ തെളിഞ്ഞു കാണുന്ന ഈ ഒരു ദുബായ് ഫ്രെയിമുമാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ സൈഡിലായിട്ട് കാണാൻ കഴിയും നമ്മുടെ ബുർജ് ഖലീഫ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫയും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിമായിട്ടുള്ള ദുബായ് ഫ്രെയിമുമാണ് ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു ദുബായ് ഫ്രെയിമിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്.